ഇത്തവണ നമ്മുടെ ഫീനിക്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഓണാഘോഷ പരിപാടിയിൽ ഒരു വ്യത്യസ്തമായൊരു മത്സരം നടത്തുകയുണ്ടായി. പുരുഷന്മാരുടെ സാരി ഉടുക്കൽ മത്സരം. മത്സരിക്കാനെത്തിയവർ ദിപ്പം ശരിയാക്കി തരാം എന്ന ഭാവത്തിലാണ് സാരി ഉടുക്കാൻ തുടങ്ങിയത്. തുടങ്ങിയപ്പോഴല്ലേ അത് 8ൻ്റെ പണിയാണെന്ന് അവർക്ക് തന്നെ മനസ്സിലായത്. കണ്ടില്ലേ, ഉടുത്തുടുത്ത് അവർ ക്ഷീണിച്ചു പോയി. ഓരോരുത്തർക്ക് സാരിയുടെ തലയേത് വാലേത് ഒന്നുപോലും അറിയാണ്ടാണ് സാരി ഉടുക്കാൻ തുടങ്ങിയത്. എത്ര ശ്രമിച്ചിട്ടും അത് ശരിയാവുന്നില്ലല്ലോ. അങ്ങനെ അവർ ആവേശത്തോടെ ഉടുത്തുകൊണ്ടിരിക്കുകയാണ് സാരി. എന്നാലും അവർ തോറ്റു കൊടുക്കില്ല എന്ന ഭാവത്തിൽ ആവേശത്തോടെ മത്സരിക്കുകയാണ്. ഇവരെ പ്രോത്സാഹിപ്പിക്കാൻ ആളുകൾ ശ്രമിക്കുന്നുമുണ്ടായിരുന്നു. സാരി ഉടുക്കുന്ന ഇവരെ കണ്ട് കാഴ്ചക്കാർ ചിരിച്ച് ചിരിച്ച് ഒരു പരുവമാവുന്നുണ്ടായിരുന്നു. ഓരോരുത്തർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാണ് സാരി ഉടുക്കുന്നത്. ആരെങ്കിലും ശരിക്കും ഉടുത്തിട്ടുണ്ടെങ്കിലോ തോറ്റു കൊടുക്കാൻ പാടില്ലല്ലോ. അവരുടെ മത്സരത്തിൻ്റെ ആവേശം മൂത്ത് എന്താ നമ്മുടെ വെല്ലിച്ചേട്ടൻ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ കാണികളോട് ഒന്ന് ചോദിക്കും. കോലിൽ തുണി ചുറ്റുന്ന പോലെയും ടേപ്പ് ചുറ്റുന്ന പോലെയൊക്കെയാണ് ഓരോരുത്തർ സാരി ഉടുത്ത് തുടങ്ങിയത്. മുണ്ടെടുക്കുന്ന പോലെയാണ് ഓരോരുത്തർ ഞൊറിയെടുത്ത് കുത്തിയത്. ഇപ്പോഴെങ്കിലും പുരുഷന്മാർക്കൊക്കെ ഒന്ന് മനസ്സിലാവട്ടെ, സാരി ഉടുക്കുന്നത് അത്ര എളുപ്പമല്ലെന്ന്. ഒരു ഷർട്ടും മുണ്ടും ഉടുത്ത് ഇനിയും റെഡിയായി കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്ന പുരുഷന്മാർക്ക് ഇതൊരു പാഠമാവട്ടെ അല്ലേ. അങ്ങനെ അവരെല്ലാവരും അവരുടെ സാരി ഉടുക്കൽ ഒരുവിധമൊക്കെ ചെയ്ത് അവസാനിപ്പിച്ചു എന്ന് തോന്നുന്നു. കുറച്ചു പേരൊക്കെ ഒരുവിധം സാരി ഉടുത്ത് ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇനി സാരി ഉടുക്കൽ മാത്രം പോരാത്ര, അവരെ കൊണ്ടൊക്കെ ഓരോ റാമ്പ് വാക്കും നടത്തണമെന്നാണ് കാണികളുടെ പറച്ചിൽ. റാമ്പ് വാക്കിന് റെഡിയായി നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ എത്ര സുന്ദരമായിട്ടാണ് അവർ റാമ്പ് വാക്ക് നടത്തുന്നത്. ആവേശമേറിയ ഈ മത്സരത്തിൽ 1ാം സമ്മാനം നമ്മുടെ സാഹചേട്ടനും 2ാം സമ്മാനം നമ്മുടെ കുഞ്ഞുമൻ ചേട്ടനും കരസ്ഥമാക്കി.